നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മേഘൈർമേദുരമംബരം വനഭുവശ്യാമാസ്തമാലദ്രുമൈഃ നക്തം ഭീരുരയം ത്വമേവ തദിമം രാധേ ഗൃഹം പ്രാപയ. ഇത്തം നന്ദനിദേശതശ്ചലിതയോ പ്രത്യധ്വകുഞ്ജദ്രുമം രാധാ മാധവയോർജയന്തി യമുനാകൂലേ രഹഃ കേളയ. വാചഃ പല്ലവയത്യുമാപതിധരഃ സന്ദർഭശുദ്ധിം ഗിരാം ജാനീതേ ജയദേവ ഏവ ചരണശ്ലാഘ്യോ ദുരൂഹാദൃതേ. ശൃംഗാരോത്തരസൽപ്രമേയരചനൈഃ ആചാര്യഗോവർദ്ധന സ്പർദ്ധീ കോപി ന വിശ്രുത ശ്രുതിധരോധോയി കവിക്ഷ്മാപതി. പ്രളയപയോധിജലേ ഹരേ മുകുന്ദ ധൃതവാനസി വേദം വിഹിതവഹിത്രചരിത്രമഖേദം കേശവാധൃതമീനശരീര ജയ ജഗദീശ ഹരേ. क्षितिरति विपुलतरे हरे मुकुन्द तव तिष्ठति पृष्ठे धरणिधरणकिण चक्रगरीष्ठे केशवाधृत कच्छपरूप जय जगदीश हरे. वसति दशन शिखरे हरे मुकुन्द धरणी तव लग्ना
ശശിനി കളങ്ക കലേവ നിമഗ്ന കേശവാധൃത സൂകരരൂപ ജയ ജഗദീശ ഹരേ. തവ കര കമലവരേ ഹരേ മുകുന്ദ നഖമദ്ഭുത ശൃംഗം ദലിത ഹിരണ്യ കശിപു തനുഭൃംഗ കേശവാധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ. ഛലയസി വിക്രമണേ ബലിം അദ്ഭുത വാമന പദനഖ നീരജനിത ജന പാവന കേശവാധൃത വാമന രൂപ ജയ ജഗദീശ ഹരേ. ക്ഷത്രിയ രുധിരമയേ ഹരേ മുകുന്ദ ജഗദപഗത പാപം സ്നപയസി പയസി ശമിത ഭവതാപം കേശവാധൃത ഭൃഗുപതി രൂപ ജയ ജഗദീശ ഹരേ. വിതരസി ദിക്ഷുരണേ ദിക്പതി കമനീയം ദശമുഖമൗലി ബല്യം രമണീയം കേശവാധൃത രഘുപതി രൂപ ജയ ജഗദീശ ഹരേ. വഹസി വപുഷി വിശദേ ഹരേ മുകുന്ദ വസനം ജലദാഭം ഹലഹതി ഭീതി മിളിത യമുനാഭം കേശവാധൃത ഹലധര രൂപ ജയ ജഗദീശ ഹരേ. നിന്ദസി യജ്ഞവിധേ അഹഹ ശ്രുതിജാതം സദയ ഹൃദയ ദർശിത പശുഖാദം കേശവാധൃത ബുദ്ധ ശരീര ജയ ജഗദീശ ഹരേ. മ്ലേച്ഛ നിവഹ നിധനേ ഹരേ മുകുന്ദ കലയസി കരവാളം ധൂമകേതുമിവ കിമപി കരാളം കേശവാധൃത കൽക്കി ശരീര ജയ ജഗദീശ ഹരേ. ശ്രീജയദേവ കവേ ഇദമുദിതമുദാരം ശൃണു ശുഭദം സുഖദം ഭവസാരം കേശവാധൃത ദശവിധ രൂപ ജയ ജഗദീശ ഹരേ. ഹരേ മുകുന്ദ ജയ ജഗദീശ ഹരേ. ഹരേ മുകുന്ദ ജയ ജഗദീശ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിലെ പ്രഥമ ദിനത്തിലെ പ്രഥമ പാരായണ ഭാഗം സമർപ്പിച്ചു. ഇനി കുറച്ച് സമയം വായിച്ച ഭാഗങ്ങളിൽ
ഇന്ന് പ്രഭാഷണത്തിനായിട്ട് വിചാരിച്ചിട്ടുള്ള ജന്മാദ്യസ്യ യഥ എന്ന ഭാഗത്തെ സംബന്ധിച്ച് സംസാരിക്കാം. ശ്രീമദ് ഭാഗവതം 18ാമത്തെ പുരാണമാണ്. ഇതിനു മുമ്പുണ്ടായ 17 പുരാണങ്ങൾ, അതിനു മുൻപുണ്ടായിരിക്കുന്ന രാമായണം, മഹാഭാരതം എന്ന 2 ഇതിഹാസങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഉണ്ടായത്. ഈ ഇതിഹാസങ്ങളാകട്ടെ അതിനും മുൻപുള്ളതായ ശാസ്ത്രങ്ങളിലെ അഥവാ വൈദിക സംസ്കൃതിയുടെ ആ സംസ്കാരം നമുക്ക് പറഞ്ഞു തരുന്ന യഥാർത്ഥ ജീവിതചര്യയുടെ മാതൃകകളെ കാണിച്ചു തരുന്നവയായിരുന്നു. എപ്രകാരത്തിലായാലാണ് ആത്യന്തികമായ സത്യബോധം ഉണ്ടാവുക എന്ന് പഠിപ്പിച്ചു തരുന്നവയായിരുന്നു. കേവലം സാഹിത്യ കുതുകികൾക്ക് ആസ്വദിക്കാൻ പാകത്തിനുള്ള ഒരു ഗ്രന്ഥമായി അവസാനിക്കാതെ വരുഷങ്ങൾ അനവധി കഴിഞ്ഞിട്ടും ഇന്നും ഇത്തരം ഗ്രന്ഥങ്ങൾ ജനങ്ങളാൽ ആശ്രയിക്കപ്പെടുന്നു എന്നുള്ളത് ഇവ കേവലമായ കഥകളല്ല, എന്നാൽ ഇവ സത്യത്തെ ബോധിപ്പിക്കുന്നതാണ് എന്നതുകൊണ്ടാണ്. യഥാർത്ഥ ബോധം ഒരുവനുണ്ടാക്കാൻ ഏത് തത്വത്തെ ബോധിക്കണമോ ആ തത്വത്തെ പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ഈ രചനകളെല്ലാം സജ്ജന ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയത്. ഭാരത സംസ്കൃതിയുടെ എല്ലാ വേരുകളും ഉപനിഷത്തുകളിൽ ചെന്ന് അവസാനിക്കുന്നു. ഉപനിഷത്താകുന്ന ജലനിധിയിൽ നിന്ന് സ്വീകരിക്കുന്ന സാരം ആണ് ഭാരത സംസ്കൃതിയുടെ ഒറ്റത്തടിയായിട്ട് വളർന്നതും ആ ഏകമായ വലിയ വൃക്ഷത്തടിയിൽ നിന്ന് അനേകം ശാഖോപശാഖകളായി നാനാത്വത്തെ ഏകത്വത്തിൽ നിലനിർത്തുന്നതായ ഭാരത സംസ്കൃതി വളർന്നതും പടർന്ന് പന്തലിച്ചതും അത് ഈ ഭൂവിനാകെ പുഷ്പങ്ങളും ഫലങ്ങളും തണലും വിറകും എല്ലാം നൽകുന്നതായിട്ട് മാറിയത്. ഇന്ന് ഈ ലോകത്തിന് ഭാരതം നൽകിയതായ സംഭാവനകൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിന് അറ്റമില്ല. അന്തമില്ലാത്തോളം സംഭാവനകൾ ഭാരതത്തിൻ്റെ ഈ സംസ്കൃതി ലോകത്തിന് പകർന്നു കൊടുത്തിരിക്കുന്നു. ലോകം ഈ ഭാരത സംസ്കൃതിയെ ഇന്നും വളരെ ബലത്തോടുകൂടി ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്രകാരത്തിൽ ലോകത്തിൻ്റെ ഏത് ദിക്കിലും താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഏത് ദേശത്തും ഇനി ഏത് കാലത്തിൽ വളർന്നു വന്നവർക്കായാലും വേണ്ടുന്നതായ സകല സംശയങ്ങളുടെയും നിവാരണം നിർവഹിച്ചുകൊണ്ട് ഈ ലോകത്തെ മുന്നോട്ട് നയിപ്പിക്കാൻ ശേഷിയും ശേമുഷിയുമുള്ള എന്തൊക്കെയോ ചിലത് നമ്മുടെ സംസ്കാരം സർവ ഗ്രന്ഥങ്ങളിലും യോജിപ്പിച്ചു വെച്ചു. ആ ആധ്യാത്മിക സംസ്കൃതിയാണ് ഈ കേവലമായ കഥകളെ മഹത്തരമായ കഥകളാക്കി മാറ്റുന്നത്. കേവലം വാക്കുകളല്ലാതെ ഇത് പ്രത്യക്ഷ കൃഷ്ണൻ തന്നെയാണ് എന്ന് പറയാൻ തോക്കോണമുള്ള ഒരു മഹിമ ഗ്രന്ഥത്തിനുണ്ടായിട്ടുള്ളത് ആ ഉത്തുംഗമായ
സംസ്കൃതിയുടെ തലത്തിലേക്ക് നമ്മളെയൊക്കെ ഇവ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ രചിക്കപ്പെട്ട പൂർവസൂരികളായ ആചാര്യന്മാരാൽ രചിക്കപ്പെട്ട ഏതൊരു ഗ്രന്ഥവും പരിശോധിക്കാൻ പഠിതാവിന് സാമാന്യേന ചില യോഗ്യതകളൊക്കെ വേണം എന്ന് പറയാറുണ്ട്. അവയെ ആചാര്യസ്വാമികളൊക്കെ നിത്യാനിത്യ വസ്തു വിവേകം, ശമാധി ഷഡ്ഗുണ സമ്പത്തി, ഇഹാമുത്ര ഫലഭോഗങ്ങളിലുള്ള വൈരാഗ്യം, മുമുക്ഷുത്വം എന്നൊക്കെ 4 പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ ഈ 4 തരത്തിലുള്ള യോഗ്യതകൾ കൈവശപ്പെടുത്തിയതിനു ശേഷം വേണം ഒരു സദ്ഗ്രന്ഥത്തെ പഠിക്കാൻ. കേവലമായ ഒരു കാവ്യത്തെ പഠിക്കുന്നതിനേക്കാളും സദ്ഗ്രന്ഥങ്ങളുടെ പഠനം അത് ബുദ്ധിക്കോ മനസ്സിനോ ഒന്നും പിടികിട്ടാത്തതായ ഒരു അനുഭൂതിയെ പറ്റി പറയുന്നതാണ് എന്നതുകൊണ്ട് ചില യോഗ്യതകളില്ലാത്തവർക്ക് അത് ആശ്രയയോഗ്യമല്ല എന്ന് വരും. ഇപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ബുദ്ധി കൊണ്ട് അറിയേണ്ടതായ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത് എങ്കിൽ സാമാന്യേന ബുദ്ധിയുള്ള ആളുകളൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കാനുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിനെ ആ ബുദ്ധി കൊണ്ട് കിണഞ്ഞ് പരിശ്രമിച്ച് ഏതെങ്കിലും വിധത്തിൽ സ്വായത്തമാക്കും. എന്നാൽ ബുദ്ധിക്ക് പിടികിട്ടാത്തതായ ഒരു വസ്തുവിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഈ ബുദ്ധി പ്രവർത്തിക്കുന്നതും യാതൊന്നുകൊണ്ടാണോ? ഈ വിശ്വമെല്ലാം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണോ? ഈ വിശ്വമുണ്ട് എന്ന അനുഭവം തനിക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണോ? താൻ ഉണ്ട് എന്ന അനുഭവം തനിക്ക് ഉണ്ടാകുന്നത് യാതൊന്നുകൊണ്ടാണോ? അത് എല്ലാവർക്കും നിരന്തരം നിത്യം അനുഭവമായിരിക്കുന്ന ഒന്നാണ്. അതിനെ ഇനി പ്രത്യേകിച്ച് അറിയേണ്ടതായിട്ടില്ല. എന്നാൽ പ്രത്യേകിച്ച് അറിയേണ്ടതായിട്ടില്ലെങ്കിൽ എന്നാ പിന്നെ എന്തിനാ അറിയിക്കാൻ പുറപ്പെടുന്നത് എന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ആ അനുഭവത്തെ സ്വയം വിസ്മരിച്ചു. എന്നിട്ട് താൻ ഇന്നതാണ്, താൻ ഇന്ന കുലത്തിൽ പിറന്ന ആളാണ്, താൻ ഇന്ന പദവിയെ അലങ്കരിക്കുന്ന ആളാണ്, താൻ ഇന്ന വസ്ത്രം ധരിച്ച ആളാണ്, ഇന്ന വർണ്ണത്തിൽപ്പെട്ട ആളാണ്, ഇന്ന ആശ്രമത്തിൽപ്പെട്ട ആളാണ് എന്നിങ്ങനെയുള്ള നാനാവിധങ്ങളായ അഭിമതികൾ, അഹങ്കാരം ഇതുണ്ടായിത്തീർന്നു. അത് നിമിത്തമായിട്ട് ഓരോരുത്തരും വിഭിന്നങ്ങളായ ലിംഗങ്ങളിൽ അഭിമാനിച്ചുകൊണ്ട് തനിക്കത് പാടുണ്ടോ, തനിക്കത് പാടില്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഇത് നിമിത്തമായിട്ട് ആ അഭിമാനങ്ങൾക്ക് യുക്തമായിരിക്കുന്ന വിധത്തിൽ കർമ്മങ്ങളെ ചെയ്യുകയും അങ്ങനെ കർമ്മഫലങ്ങളാകുന്ന സുഖ ദുഃഖാദി ദ്വന്ദ്വങ്ങളെ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടേ വർത്തിക്കുന്നു നാം ഓരോരുത്തരും. അപ്പൊ ഇപ്രകാരത്തിൽ സുഖദുഃഖാദികൾ അനുഭവിക്കാൻ ഹേതുവായിരിക്കുന്ന ഞാൻ ഇന്നത് എന്നുള്ള വിചാരമാകുന്ന ഈ അഹങ്കാരത്തെ അതിവർത്തിച്ച് തൻ്റെ കേവലമായ സത്തയെക്കുറിച്ച് ഒരുവന് ബോധമുണ്ടാകണം. ആ ബോധം ഉണ്ടാകാൻ ബുദ്ധി കൊണ്ടുള്ള ആലോചനയല്ല ആവശ്യം എന്നുള്ളത് കൊണ്ട് ബുദ്ധി വൈഭവമോ മനോബലമോ ആരോഗ്യമോ ആൾബലമോ ഒന്നും ഈ അനുഭൂതിക്ക്, ഈ അനുഭൂതി കൊണ്ട് ഉണ്ടാകുന്നതായ ആനന്ദത്തിന്റെ ലബ്ധിക്ക് സഹായകമായി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ചിലതിനെ ആർജിക്കാനല്ല, ചിലതിനെ ഉപേക്ഷിക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ്, ഈ വിട്ടുകളയലാണ് ആവശ്യം. എപ്രകാരത്തിലാണോ കല്ലിൽ നിന്ന് അനാവശ്യമായ ഭാഗങ്ങളെ കൊത്തിക്കളഞ്ഞ് അവശേഷിക്കുന്നതായ ബിംബത്തെ സ്വീകരിക്കുന്നത്, അപ്രകാരത്തിൽ
താൻ എന്ന സ്വരൂപത്തിന് മുകളിൽ ചേർത്ത് വച്ചിരിക്കുന്ന നാനാവിധ അഭിമാനങ്ങളെ ഒക്കെ ഇല്ലാതെയാക്കുകയാണ് ആവശ്യം. അപ്രകാരത്തിലുള്ള ഇല്ലാതെയാക്കലുകൾക്ക് ഉള്ള വഴികൾ ഇത്തരം ഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മുടെ ഗുരുവായിട്ട് ഈ ഗ്രന്ഥങ്ങൾ മാറുന്നു. ഗുരുവും ഗുരുവായൂരപ്പനും രണ്ടല്ല എന്നുള്ളത് കൊണ്ട് ഗുരുവായൂരപ്പനും ഭാഗവതവും ഒന്നു തന്നെയാണ്. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി ശ്രീമദ് ഭാഗവതാഖ്യ അയം എന്ന് സജ്ജനങ്ങളുടെ അഭിപ്രായം. അപ്പൊ ഇപ്രകാരത്തിൽ ചിലതൊഴിവാക്കാനുള്ള വിദ്യ, അതാണ് ആദ്യത്തെ ചില കാര്യങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. 4 യോഗ്യതകളെ പറ്റിയിട്ട് നേരത്തെ ഒന്ന് സംസാരിക്കുകയുണ്ടായി. അതിൽ ആദ്യം വേണ്ട യോഗ്യത നിത്യവസ്തു എന്താണ്, അനിത്യമായത് എന്താണ് എന്ന് വിവേചിച്ചറിയാനുള്ള ശേഷിയാണ്. നിത്യവസ്തു എന്ന് പറഞ്ഞാൽ ത്രികാലങ്ങളിലും ഭേദമില്ലാതെ ഇരിക്കുന്നത്. ത്രികാലം എന്ന് പറയുമ്പോൾ ഭൂതം, വർത്തമാനം, ഭാവി എന്നുള്ള 3 കാലങ്ങൾ. ഈ 3 കാലങ്ങളിലും മാറ്റമില്ലാതിരിക്കുന്നത് എന്ത്, മാറുന്നത് എന്ത് എന്നതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാകണം. വിശ്വത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാറാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെയൊക്കെ വീട്ടുകളിൽ ഇരിക്കുന്ന ചില പാത്രങ്ങൾ എടുത്തു നോക്കിയാൽ മതി, അനുദിനം അതിന് മാറ്റം വരുന്നുണ്ടാവാം. നമ്മുടെ തൊടിയിൽ വളർന്നു നിൽക്കുന്ന ചില ചെടികളെ പരിശോധിച്ചാൽ മതി, മണ്ണിനെ പരിശോധിച്ചാൽ മതി, ഗൃഹത്തിനെ പരിശോധിച്ചാൽ മതി, എന്തിന്, സ്വശരീരത്തെ പരിശോധിച്ചാൽ മതി. അവിടെ നിരന്തരം അത് മാറുന്നതായിട്ട് കാണാം. നൂതന ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നതനുസരിച്ച് 7 വർഷം കൂടുന്ന സമയത്ത് ശരീരത്തിലെ സർവ കോശങ്ങളും നശിച്ച് പുതിയതുണ്ടാകുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഇപ്രകാരത്തിൽ നിരന്തരം മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം. എന്നാൽ മാറാത്തതായ എന്തോ ഒന്ന് ഉണ്ട്. മാറ്റം എപ്പോഴും മാറാതിരിക്കുന്നതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് മാറ്റം അനുഭവിക്കാൻ സാധിക്കുന്നത്. നദി ഒഴുകുന്നു എന്ന് അറിയാൻ സാധിക്കുന്നത് ഒഴുകാത്തതായ 2 കരകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോ ആ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന എന്തോ ഒന്നിന്റെ മുകളിലാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മാറാതിരിക്കുന്നത് എന്ത് എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് താൻ എന്ന ബോധം, അതിന് മാറ്റമില്ല. കാരണം തൻ്റെ ശരീരം വളരെ ചെറുപ്പക്കാലം മുതൽ വളർന്ന് ഈ ഒരു വിധത്തിൽ പല മാറ്റങ്ങൾക്കും വിധേയമായി ക്രമേണ ആ മാറ്റങ്ങളൊക്കെ സംഭവിച്ച് ശരീരം പരാധീനമായി, ഇതൊക്കെ സംഭവിച്ചു. പക്ഷേ ആ കുട്ടിക്കാലത്ത് ഞാൻ ഉണ്ട് എന്നുള്ള ആ ബോധം, ഞാൻ എന്നുള്ള അനുഭവം, അതെത്ര സ്പഷ്ടമായിട്ട് അന്നുണ്ടായിരുന്നുവോ അത് അതുപോലെ തന്നെ ഇപ്പോഴും വേദ്യമാണ്, അറിയാൻ സാധിക്കുന്നതാണ്. എന്നതുകൊണ്ട് മാറ്റമില്ലാതെ വർത്തിക്കുന്നതാണ് ആ സ്വബോധം എന്ന് അനുമാനിച്ച് അറിയാം. ഇങ്ങനെ ഏകദേശം നിത്യവസ്തുവും അനിത്യവും എന്താണ്, നിത്യമായിരിക്കുന്നത് സ്വബോധം തന്നെ, അനിത്യമായത് ആ ബോധത്തിന് മുകളിൽ നിൽക്കുന്നതായ, ആ ബോധത്തെ ആശ്രയിച്ച് ഇരിക്കുന്നതായ ശരീരാദികളാകുന്ന പ്രാപഞ്ചിക വസ്തുക്കളെല്ലാം. ഇനി ഈ ബോധത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ച് വെക്കുക എന്നുള്ളതാണ് ശമ
ദമാദികളാകുന്ന 6 ഗുണങ്ങളുടെ സമ്പാദനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിതിക്ഷ, ശമം, ദമം, കരുണ എന്നൊക്കെയുള്ള ഭാവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. സത്യം, ദയ, തപസ് ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇത്തരം ഗുണങ്ങൾ നമ്മെ താൻ പരൻ എന്നുള്ള ഭേദഭാവത്തെ അതിക്രമിക്കാൻ സഹായിക്കും. ഇവിടെ തനിക്ക് താനുണ്ടെന്ന് തോന്നുന്നത് എപ്രകാരത്തിലാണോ അതുപോലെ തന്നെ എല്ലാവർക്കും തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വസ്തുവിനും ആ തൻ്റെ ഉണ്മയെ പറ്റിയിട്ടുള്ള ജ്ഞാനം ഉണ്ട്. അത് അഭേദ്യമാണ്. എല്ലാവരിലും അത് എന്നെന്നും മുറിക്കപ്പെടാതെ നിലനിൽക്കുന്നുണ്ട്. തനിക്ക് ഞാനുണ്ട് എന്നുള്ള ബോധം എപ്രകാരത്തിൽ സർവഥാ അനുഭവിക്കാൻ സാധിച്ചിരുന്നുവോ അതുപോലെ തന്നെ എല്ലാവർക്കും സാധിക്കുന്നുണ്ട്, തനിക്കും ഇപ്പോഴും സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നിൽ മാറ്റമില്ലാതെ തുടരുന്നതായ ഈ ബോധം എല്ലാ ജീവരാശികൾക്കും ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടിയിട്ട് അവയെ ഭേദബുദ്ധിയില്ലാതെ കണ്ട് കാണാൻ സാധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് മനസ്സും ശരീരവും ശുദ്ധമാക്കി സൂക്ഷിക്കാനുള്ള വിദ്യകൾ പറഞ്ഞു തരുന്നത്. പിന്നെ ഏതൊരു സൽക്കർമ്മത്തിന് പുറപ്പെടുമ്പോഴും ചില ആളുകളൊക്കെ ഉണ്ടാകുന്നൊരു കുഴപ്പം എന്താണ്? ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന്. ഭക്തിയാണ് കൈവല്യൈക പ്രയോജനം എന്ന് ഭാഗവതത്തിൽ പറയും. മംഗളത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഏത് സദ്ഗ്രന്ഥത്തിന്റെ പാരായണവും സൽപ്രവൃത്തികളുടെ ഭജനവും. അപ്പോ ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന ആളുകള് ഇത് കേട്ടിട്ട് എന്താണ് പ്രയോജനം എന്ന് ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരോട് പറയണു, ഇഹലോകത്തുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇത് കേൾക്കരുത്. എന്നാ പരലോകത്തോ വല്ലതും കിട്ടുമോ? ഇഹത്തിലോ ഇല്ല, എന്നാ പരത്തിലും വല്ലതും? ഇഹത്തിലും ഇല്ല, പരത്തിലും ഇല്ല. ഉണ്ടാവാതിരിക്കാം, പക്ഷേ നിങ്ങളത് പ്രതീക്ഷിക്കരുത്. ഇഹ അമുത്ര ഫലഭോഗ വിരാഗം. ആ ഗ്രന്ഥത്തെ പരിപൂർണമായി ആശ്രയിക്കുന്നത് കൊണ്ട്, ആ ഗ്രന്ഥം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫലങ്ങൾ കിട്ടണം എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഗ്രന്ഥത്തെ ശരിയായി പഠിക്കാൻ വിഘ്നമാണ്. ശരിയായി പഠിക്കുക എന്ന് പറഞ്ഞാലോ, അതിൽ ഓരോ വാക്കും പഠിച്ചു, ആ വാക്കുകളുടെ അർത്ഥം ഗ്രഹിച്ചു, അത് എപ്രകാരത്തിൽ വിഗ്രഹിക്കാം, എപ്രകാരത്തിൽ സംഗ്രഹിക്കാം എന്നൊക്കെ ധരിച്ചു. അത് മാത്രം പഠനമാവണില്ല. ഭാഗവതം പഠിക്കുന്ന സമയത്ത് എപ്രകാരത്തിലാണ് അത് പഠിക്കേണ്ടത്, ശരിയായിട്ടുള്ള പഠനം എങ്ങനെയാണ് എന്നും ഭാഗവതത്തിന്റെ അന്ത്യത്തിൽ പറയുന്നുണ്ട്. തച്ഛൃണ്വൻ വിപഠൻ വിചാരണപര ഭക്തിയാ വിമുച്യേന്നര എന്ന്. ഈ ഭാഗവതത്തെ ശൃണ്വൻ കേട്ടിട്ടും പഠിച്ചിട്ടും വിചാരം ചെയ്തിട്ടും വേണം അറിയാൻ. അങ്ങനെ വിചാരം ചെയ്തറിഞ്ഞ ഒരാൾക്ക് ഭക്തി ഉണ്ടാവുകയും അവൻ മുക്തനാവുകയും ചെയ്യുന്നു. ഭാഗവതം കുറേയേറെ പഠിച്ചു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതാണ്. ഈ പഠനം എന്നത് ബുദ്ധിക്ക് വ്യവഹരിക്കാനുള്ള ഒരു വിഷയമായിട്ട് മാറാതെ സ്വാനുഭവം എന്ന നിലയിലേക്ക് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പഠനവും വലിയ വിശേഷമൊന്നും ഉണ്ടാക്കണില്ല. 1 1 2 2 2 4 എന്ന് കുട്ടിക്കാലം മുതലൊക്കെ പഠിച്ചു വരണത്
ഉരുവിട്ട് പഠിച്ച് ഹൃദിസ്ഥമാക്കുന്നത് പോലെ ഹൃദിസ്ഥമാക്കലല്ല പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകരം ഈ സംസ്കാരം പകർന്നു തരുന്നതായ സ്വാനുഭൂതിയാകുന്ന ആ രസത്തിൽ എല്ലാ അഹങ്കാരങ്ങളെയും ലയിപ്പിച്ച് സർവതന്ത്ര സ്വതന്ത്രനാവാനാണ് ഈ ഗ്രന്ഥത്തെ അഭ്യസിക്കുന്നത്. അപ്പൊ ഇതിന്റെ സാധന ഭാഗവത ഉപാസന, ഭാഗവത വായന എന്ന് മാത്രമല്ല, ഭാഗവത ഉപാസന എന്നാണ് പറയാറ്. ഭാഗവതോപാസകൻ എന്നാണ് വായനക്കാരെയൊക്കെ പറയുക. നമ്മുടെ നാട്ടിൽ പൊതുവെ വായനക്കാര് എന്ന് പറയും. അവരുടെ ശരിയായ ഒരു പ്രയോഗം, അല്ലെങ്കിൽ കേവലം വായിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഭാഗവതം ഉപാസിക്കുന്നവര് എന്നാണ് അവരെ പറയാറുള്ളത്. എന്നത് എന്തുകൊണ്ട്? ദിവ്യമായിരിക്കുന്ന ഈ ഗ്രന്ഥത്തിന്റെ പാരായണം കൊണ്ട് ഒരുവന് ആത്മസത്തയെ ബോധിക്കാൻ സാധിക്കുന്നു എന്നതുകൊണ്ട്. അപ്പോ ഇനി ഒരുവന് ഉണ്ടാവേണ്ട, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടാത്തത് എന്താണ്? ഞാൻ എന്നുള്ള അഭിമാനം, ഈ ഫലഭോഗങ്ങളോടുള്ള താല്പര്യം, അതിപ്പോ ഇഹലോകത്തിലുള്ളതോ പരലോകത്തിലുള്ളതോ ആവട്ടെ, അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതെ ആവണം, അഭിമാനം ഇല്ലാതെ ആവണം. ഞാൻ ഇന്ന ദേശത്തുള്ള ആള്, ഇന്ന കാലത്തുള്ള ആള്, ഇത്ര പ്രായമുള്ള ആള്, ഇന്ന വർണ്ണത്തിൽപ്പെട്ട ആള്, ഇന്ന ആശ്രമത്തിൽപ്പെട്ട ആള്, ഇന്ന ജനങ്ങളോട് കൂടിയിരിക്കുന്ന ആള്, ഇങ്ങനെ ശരീരത്തിലോ ഭാര്യാപുത്രാദികളിലോ ഗൃഹത്തിലോ ധനത്തിലോ കുലത്തിലോ ഒന്നും അഭിമാനിക്കാത്തവരായിത്തീരുക. അപ്പൊ ഈ അഭിമാനങ്ങളൊക്കെ കളയേണ്ടതാണ്. ഇത്തരത്തിലുള്ള അഭിമാനങ്ങളെ എല്ലാം ഉപേക്ഷിക്കുന്ന ഒരുവന് ഇനി ഉണ്ടാകുന്നതാണ് മുമുക്ഷുത്വം. തനിക്ക് മുക്തനാകണം. എവിടുന്ന് മുക്തനാവണം? ഇപ്പൊ എവിടെ ബദ്ധനായിരിക്കുന്നു എന്നറിയണം ആദ്യം. അപ്പോഴല്ലേ മുക്തിയെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടുള്ളൂ. താൻ ബദ്ധനാണ് എന്ന് പോലും അറിയാതിരിക്കുന്ന ആൾക്കാരല്ലേ അധികം. ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ എന്ന് പറയൂലോ. പക്ഷെ കാഞ്ചനക്കൂട്ടിന്റെ ഉള്ളിൽ ചെന്നപ്പോ കുറേയേറെ മനുഷ്യർക്ക് എന്ത് പറ്റി? അവര് ബന്ധനസ്ഥരാണ് എന്നുള്ള കാര്യം അവര് മറന്നു. 4 നേരവും ആഹാരം കൊണ്ടത്തരുന്ന യജമാനനെ നോക്കി ചിരിച്ചു വർത്തമാനം പറയുന്ന ഒരു പക്ഷിയെപ്പോലെ, അല്ലെങ്കിൽ വാലാട്ടുന്ന ഒരു ശ്വാവിനെ പോലെ ഇന്ദ്രിയങ്ങളാകുന്ന യജമാനന്മാരാൽ കെട്ടപ്പെട്ടവനായിരിക്കുന്നു ഈ ഞാൻ എന്നുള്ള ധാരണ പലവർക്കും ഇല്ല. ഈ ഇന്ദ്രിയങ്ങളാകുന്ന ആളുകള് വാസ്തവത്തിൽ പരിചാരകന്മാരാണ്. പക്ഷെ അവര് യജമാനന്റെ വേഷം ധരിച്ച് യജമാനനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. യജമാനൻ താനാകുന്നു. ഈ തന്നെ അനുസരിക്കേണ്ടവരായ ഇന്ദ്രിയങ്ങളെ അനുസരിക്കുന്നവനായി തീർന്ന താൻ മൗഢ്യം കൊണ്ട് അവർക്ക് കീഴ്പ്പെട്ട് ബദ്ധനായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് മുമുക്ഷുത്വത്തിലേക്ക് നയിക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങൾ പറയുന്നതിനനുസരിച്ച് ശരീരത്തെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ വൃദ്ധിപ്പെടുത്താനായിട്ട് ധനം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ ആൾബലം കൊണ്ടോ ഒക്കെ, അറിവ് കൊണ്ടോ, അതും അതെ, പാണ്ഡിത്യത്തിൽ അഭിമതിയുള്ളവരുണ്ടല്ലോ. ചിലർ അറിവ് സമ്പാദിക്കുന്നത് അനുഭവത്തിന് വേണ്ടിയിട്ടാവില്ല, അവർക്ക് അഹങ്കരിക്കാൻ വേണ്ടിയിട്ടാവും. 4 ആളുടെ ഇടയിൽ എനിക്കും അറിയാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അപ്രകാരത്തിലുള്ള അറിവും ഒരറിവല്ല. അപ്പൊ ഇങ്ങനെ ഈ ശരീരത്തിന് അഭിമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളവ സമ്പാദിക്കുന്നതായ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അവയെ യഥാവിധി നമുക്ക് ആത്മതത്വബോധം ഉണ്ടാവാനുള്ള
ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള കൂട്ടാളികളാക്കി മാറ്റണം. ഏകാദശ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ഹംസസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ ബ്രഹ്മാദികൾക്ക് ഉപദേശിക്കുന്ന സമയത്ത് പറയും, തൂർണം യതേത ന പതേത് അനുമൃത്യു യാവൽ നിശ്രേയസായ വിഷയ ഖലു സർവതസ്യാൽ. ഈ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കേണ്ടതായ വിഷയങ്ങളൊക്കെ എല്ലായിടത്തും കിട്ടുന്നതാണ്, അത് സുലഭമാണ്. അപ്പൊ അവയ്ക്ക് വേണ്ടിയിട്ട്, ആ ലാഭത്തിന് വേണ്ടിയിട്ട് ഓടി നടന്നാൽ എന്താ കുഴപ്പം? എന്താ ഇപ്പൊ ഈ ഇന്ദ്രിയ ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദ്യമിച്ചു വെച്ചാൽ കുഴപ്പം? നമുക്ക് ശരീരം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉപയോഗിക്കല്ലേ വേണ്ടത്? ഒക്കെ പലരും ചോദിക്കാറുണ്ട്. പിന്നെ എന്തിനാ കണ്ണ് തന്നത്? ചെറുപ്പക്കാരായ കൂട്ടുകാരൊക്കെ ചോദിക്കും, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സുന്ദരിയായ ഒരു പെൺകുട്ടി പോണ സമയത്ത് അങ്ങോട്ട് നോക്കാൻ തന്നെയല്ലേ ഭഗവാൻ കണ്ണ് തന്നത് എന്നാണ് അവരുടെ ചോദ്യം. ഒരാൾ വെള്ളം കുടിക്കണത് എന്തിനാ? ദാഹം തീരാനാണ്. അപ്പോ കിണറ്റിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് കിണറ്റിലേക്ക് അങ്ങോട്ട് ചാടുക പതിവുണ്ടോ? അതില്ല. കിണറ്റുന്ന ആവശ്യത്തിനുള്ള വെള്ളം കോരിയെടുത്ത് അത് ഉപയോഗിക്കും. അപ്പോ അവനവന്റെ ആ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഭോഗവസ്തുക്കളുടെ ഉപയോഗമേ ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ ഭോഗവസ്തുക്കളിലേക്ക് അങ്ങെടുത്ത് ചാടിയാൽ, പുഴയിലത്തെ വെള്ളം കുടിക്കാനും കുളിക്കാനും ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് നല്ല ഒഴുക്കുണ്ടെന്ന് ഓർക്കാതെ അതിലേക്ക് എടുത്ത് ചാടിയാൽ എപ്രകാരം കാറ്റ് പോവുമോ, കിണറ്റിലേക്ക് എടുത്ത് ചാടിയാൽ എപ്രകാരം സിദ്ധി കൂടുമോ, അതുപോലെ എടുത്ത് ചാടുന്നത് മൗഢ്യാണ്. അങ്ങനെ എടുത്ത് ചാടാറില്ല ആരും. ചാടുകയാണെച്ചാൽ അത് വിഡ്ഢിത്താണ്. അപ്പൊ ഇന്ദ്രിയങ്ങളുണ്ട്, അതൊക്കെ ഓരോരോ ഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടി അല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ ഭോഗവസ്തുക്കളിലേക്ക് ഇങ്ങോട്ട് അത്യധികം ആകൃഷ്ടനായാൽ ആ ഭോഗവസ്തുക്കള് നമ്മളെ കീഴ്പ്പെടുത്തും. പിന്നെ അവയില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സ്ഥിതിയാവും. അങ്ങനെയായാൽ പിന്നെ മൃത്യു എപ്പ വന്ന് പിടിക്കും എന്നറിയില്ല. അതിനു മുമ്പേ തത്വജ്ഞാനമുണ്ടാക്കല് എളുപ്പാവില്ല. അപ്പൊ അതുകൊണ്ട് ബോധമുള്ളവരെന്ത് വേണം? യഥേത, യത്നിക്കൂ. എന്തിനു വേണ്ടിയിട്ട്? ഈ മൃത്യു പിടിക്കണതിനും മുമ്പേ മുക്തരാവാൻ യത്നിക്കൂ. മുക്തി എന്ന് പറയണത് മരണാനന്തരം കിട്ടുന്ന ഒരു ബഹുമതിയല്ല. ഈ ശരീരവും ഇത് സംബന്ധിച്ചിരിക്കുന്നവയും ആയിട്ടുള്ള ഞാൻ, എൻ്റെ എന്നുള്ള അഹം മമ എന്നുള്ള ആ ബന്ധനത്തിൽ നിന്നാണ് നമുക്ക് രക്ഷ വേണ്ടത്. അതിനു വേണ്ടിയുള്ള ഇച്ഛയാണ് മോക്ഷത്വം. ഇങ്ങനെയുള്ള 4 യോഗ്യതകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇനി ഭാഗവതമൊക്കെ വായിക്കാം എന്നാണ്. ഈ യോഗ്യതയൊക്കെ ഉണ്ടോ നമുക്കൊക്കെ? ഭാഗവതമൊക്കെ കേൾക്കാനും വായിക്കാനും പഠിക്കാനും ഒക്കെ ഈ യോഗ്യതകളൊക്കെ ഉണ്ടോ? ആണെങ്കിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. കാരണം ഇങ്ങനെയൊക്കെ കുറച്ച് യോഗ്യതകൾ ഇല്ലാത്തവരൊക്കെ ഈ ഗ്രന്ഥത്തിന് മുമ്പിലേക്ക് എത്താൻ സാധിച്ചു എന്ന് വരില്ല. ബ്രഹ്മസൂത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ വേദവ്യാസ മഹർഷി രചിച്ചൊരു ഗ്രന്ഥമാണ്. ഇപ്പൊ ബ്രഹ്മസൂത്രം പഠിക്കണം എന്നുണ്ടെങ്കിൽ ബ്രഹ്മസൂത്രത്തിന്റെ മറ്റൊരു പേരാണ് ഉത്തരമീമാംസ. അപ്പൊ അതിനു മുമ്പ് വേറൊരു മീമാംസ ഉണ്ടെന്ന് തീർച്ചയാണല്ലോ. ഉത്തരം എന്ന് പറയണമെങ്കിൽ ഒരു പൂർവഭാഗം ഉണ്ടെന്ന് തീർച്ചയാണ്. അപ്പൊ പൂർവമീമാംസയുണ്ട്. ആ പൂർവമീമാംസ മുഴുവനും പഠിച്ച് ധർമ്മശാസ്ത്രത്തെ പറ്റിയിട്ട് യഥാർത്ഥ ബോധമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മസൂത്രങ്ങളൊക്കെ പഠിച്ചു തുടങ്ങാം, ഉത്തരമീമാംസ പഠിച്ചു തുടങ്ങാം എന്നാണ്. അപ്പൊ അതിലുള്ള ധർമ്മസൂത്രങ്ങളെ, പൂർവമീമാംസയിലെ സൂത്രങ്ങളെയൊക്കെ പഠിച്ചു കഴിയാൻ തന്നെ ഏകദേശം ഒരു ജന്മം വേണം. എന്നിരിക്കെ പിന്നെ ഉത്തരമീമാംസയോ? ഇത് കേവലം ബ്രഹ്മത്തെ പറ്റിയിട്ട് പറയുന്നു. അപ്പോ ഒരുവൻ ബ്രഹ്മസൂത്രം കയ്യിലെടുത്തപ്പോഴാണ് ഇത് മനസ്സിലാക്കിയത്.
ഇനി എന്ത് ചെയ്യും? ഉത്തരമീമാംസ പഠിക്കണതിന് മുമ്പ് പൂർവ്വമീമാംസ പഠിക്കണം. പൂർവ്വമീമാംസ കണ്ടിട്ട് പോലും ഇല്ല, കേട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി എന്ത് ചെയ്യും? അപ്പോ വിചാരിക്കുക, ഇത്രേ വിചാരിക്കേണ്ടുള്ളൂ, ഇതൊക്കെ പൂർവ്വജന്മങ്ങളിൽ ആർജിച്ചിട്ടുണ്ടായിരിക്കാം ആ സംസ്കാരം. അതുകൊണ്ട് ഇപ്പൊ ഈ സദ്ഗ്രന്ഥത്തിന്റെ മുൻപിലെത്തി. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത് എന്ന് വിചാരിക്കുക. അങ്ങനെ വേണം ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാൻ. അതാണ് അഥ എന്നുള്ള ശബ്ദത്തോടു കൂടിയിട്ട്, അനന്തരം എന്ന ശബ്ദത്തോടു കൂടിയിട്ട് പ്രഥമോധ്യായ എന്ന് ആരംഭിക്കുന്നത്. ഇല്ലെങ്കിൽ പ്രഥമോധ്യായ എന്ന് ആരംഭിച്ചാൽ മാത്രം മതിയായിരുന്നു, അത് പോരാ. അഥ എന്നുള്ള ശബ്ദം, അനന്തരം എന്ന അർത്ഥം വരുന്ന അഥ ശബ്ദം, അഥ എന്നുള്ള ശബ്ദവും ഓംകാരവും മാംഗളികങ്ങളാണ്, മംഗളത്തെ തരുന്നവയാണ് എന്ന് പ്രസിദ്ധമാണ്. അപ്പൊ ആ മംഗള കാരകമായിരിക്കുന്ന അധശബ്ദത്തോടു കൂടിയിട്ടോ ഓങ്കാരത്തോടു കൂടിയിട്ടോ ആണ് പൂർവകാലങ്ങളിൽ ആചാര്യന്മാരൊക്കെ ഗ്രന്ഥങ്ങൾ രചിച്ചു തുടങ്ങുക എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് അപ്പൊ ഇത്തരത്തിലുള്ള ചില യോഗ്യതകളൊക്കെ നേടിയവർക്ക് എന്തു ചെയ്യാം? ഭാഗവതാദി ഗ്രന്ഥങ്ങളെ പഠിക്കാം എന്നവിടെ അർത്ഥമാക്കുന്നു. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃദായ യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഇതാണ് ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം. ജന്മാദ്യസ്യ ജന്മാദ്യസ്യ എന്നൊക്കെ ധാരാളമായിട്ട് നമ്മൾ പറയാറുണ്ട്. ജന്മാദ്യസ്യ മുതൽക്ക് എന്നൊക്കെ പറയാറുണ്ട്. ജന്മാദ്യസ്യ മുതൽക്ക് എന്ന് വെച്ചാൽ എന്താ ഈ ജന്മാദ്യസ്യ? ഇത് എവിടുന്ന് വന്നു ഈ വാക്ക്? ഭാഗവതകാരൻ ആദ്യമായിട്ട് എഴുതിയതാണോ ജന്മാദ്യസ്യ എന്ന്? അല്ല. ജന്മാദ്യസ്യ യഥ എന്നുള്ളത് ബ്രഹ്മസൂത്രത്തിലെ ഒന്നാമത്തെ പാദത്തില് രണ്ടാമത്തെ അധികരണമായിട്ട്, രണ്ടാമത്തെ സൂത്രമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സൂത്രമാണ്. അതായത് ബ്രഹ്മസൂത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സൂത്രശൈലി എന്ന് പറയും. സൂത്രരചന എന്ന് പറയുന്നത് വളരെ വിജ്ഞാനമുള്ളവർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അതായത് അനേകം സൂത്രങ്ങൾ ഒരു മാലികയെപ്പോലെ, മാലയെപ്പോലെ ഒരു വിഷയത്തെ പറ്റിയിട്ട് പ്രതിപാദിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ഓരോ സൂത്രത്തിനും അതിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായ നിലനിൽപ്പ് ഉണ്ട് താനും. അങ്ങനെ ഇരിക്കണം സൂത്രങ്ങൾ. മാത്രവുമല്ല, ഇങ്ങനെയുള്ള ഈ സൂത്രഭാഷാ ശൈലിയിലാണ് വലിയ ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ വലിയ വലിയ തത്വങ്ങളെ വിദ്യാർത്ഥികൾക്ക് ഗുരുനാഥന്മാര് എളുപ്പത്തിൽ പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പോ സൂത്രമാകുമ്പോ പഠിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ജന്മാദ്യസ്യ യഥാ എന്നുള്ളത് കുറച്ചേ ഉള്ളൂ പഠിക്കാൻ, പക്ഷെ അതിൻ്റെ സാരം വളരെ വിപുലമാണ്. ആ സാരത്തെ ബോധിച്ചുകൊണ്ട് ഈ സൂത്രം ഓർമ്മ വച്ചാൽ ഏത് സമയത്തും ഇത് പ്രയോജനപ്പെടുത്താം. അതാണ് സൂത്രഭാഷ അല്ലെങ്കിൽ സൂത്ര ശൈലിയുടെ ഒരു ഗുണം. ആ സൂത്രശൈലിയിൽ അനവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതില് വേദവ്യാസ മഹർഷി രചിച്ച ഉത്തരമീമാംസ എന്നുകൂടി പേരുള്ള ബ്രഹ്മസൂത്രം ബ്രഹ്മത്തെ സംബന്ധിക്കുന്നതാണ്. ബ്രഹ്മസൂത്രം ആത്യന്തികമായിരിക്കുന്ന അദ്വൈത വേദാന്ത മാർഗത്തിൽ സഞ്ചരിക്കുന്ന സജ്ജനങ്ങൾക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കാത്തതായ ഗ്രന്ഥമാണ് ബ്രഹ്മസൂത്രം. ഏത് യോഗമാർഗത്തിലുള്ളവർക്കും
ബ്രഹ്മസൂത്രം ആശ്രയയോഗ്യമാണ്. ഈ ബ്രഹ്മസൂത്രത്തിന്റെ താല്പര്യത്തെ അതത് ആചാര്യന്മാര് വിഭിന്നങ്ങളായ രീതിയിൽ ഭാഷ്യങ്ങൾ ചമച്ചുകൊണ്ട് പ്രചരിപ്പിച്ചിട്ടാണ് ഓരോ സമ്പ്രദായങ്ങൾ പോലും ഭാരതത്തിൽ ഉണ്ടായി വന്നിട്ടുള്ളത്. അദ്വൈത വേദാന്തികളുടെ ആചാര്യനായിട്ടുള്ള ആദിശങ്കര ഭഗവത്പാദര് ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചു. ഇനി ബ്രഹ്മസൂത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ബ്രഹ്മസൂത്രത്തിലെ ആദ്യത്തെ 4 സൂത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആദ്യത്തെ അഥാതോ ബ്രഹ്മ ജിജ്ഞാസ എന്നുള്ള ജിജ്ഞാസാധികരണം, പിന്നെ ജന്മാദ്യസ്യ അധികരണം ഈ 2ാമത്തെ സൂത്രം, പിന്നെ ശാസ്ത്രയോനിത്വാത് എന്നുള്ള 3ാമത്തെ അധികരണവും 4ാമത്തെ അധികരണമായിട്ട് തത്വസമന്വയാത് എന്നും. ഇങ്ങനെ 4 അധികരണങ്ങൾ, 4 സൂത്രങ്ങൾ. ഇതിന് ശേഷമുള്ളതൊക്കെ ഒരധികരണത്തില് ഓരോ സൂത്രം അല്ല ഉള്ളൂ. അവിടുന്ന് അങ്ങോട്ട് പിന്നെ വിഷയം മാറി. അപ്പൊ 4 സൂത്രങ്ങൾക്ക് ശേഷം 5ാമത്തത് മുതൽക്ക് കുറച്ചുകൂടിയും ഗവേഷണാത്മകമാണ്. ഈ ആദ്യത്തെ 4 സൂത്രങ്ങളിൽ മുഖ്യമായിട്ടും അഥാതോ ബ്രഹ്മ ജിജ്ഞാസയ്ക്ക് ശേഷമുള്ള ജന്മാദ്യസ്യയത, ശാസ്ത്രയോനിത്വാത്, തത്വസമന്വയാത് എന്നുള്ള സൂത്രങ്ങൾ. ഈ സൂത്രങ്ങൾ പഠിച്ചാൽ തന്നെ ബ്രഹ്മവിദ്യ പഠിക്കൽ കഴിഞ്ഞു എന്നാണ്. എന്നാ പിന്നെ അവിടെ നിർത്തിക്കൂടായിരുന്നു. മാത്രവുമല്ല, ഉപനിഷത്ത് തത്വങ്ങളെ തന്നെയാണ് ബ്രഹ്മസൂത്രത്തിനും പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ നാ ഉപനിഷത്ത് പഠിച്ചാൽ പോരെ, എന്തിനാ ബ്രഹ്മസൂത്രം വേറെ പഠിക്കണത്? ബ്രഹ്മസൂത്രവുമായിട്ടാണ് ഭാഗവതത്തിന് സംബന്ധം എന്നുണ്ടെങ്കിൽ ഭാഗവതം എന്തിനാ പഠിക്കണത്? ബ്രഹ്മസൂത്രം പഠിച്ചാൽ പോരെ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ട് നമുക്ക്. അതിനുള്ള സമാധാനം എന്താണ് എന്ന് ചോദിച്ചാൽ, ബ്രഹ്മസൂത്രത്തിലെ മറ്റുള്ള സൂത്രങ്ങള് എഴുതേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇനി 5ാമത്തേത് മുതലൊക്കെ പറഞ്ഞതായ ആ സൂത്രങ്ങളൊക്കെ ബ്രഹ്മവിദ്യയെ അറിഞ്ഞവന്, ഉപനിഷത്തുകളൊക്കെ അറിഞ്ഞവന് പിന്നെയും സംശയങ്ങളുണ്ടാകാം. വേറെ മനസ്സിന് സങ്കല്പ വികല്പങ്ങളൊന്നും ഇല്ലാതെ തീർത്തും സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടുന്ന ഒരു മനസ്സുള്ള ജിജ്ഞാസു ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബ്രഹ്മവിദ്യ അറിയുന്നതോട് കൂടിയിട്ട് അയാളുടെ സർവ്വ സംശയങ്ങളും തീർന്നു എന്ന് വരാം. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യ കർമാണി എന്നുള്ള അവസ്ഥയെ അദ്ദേഹം പ്രാപിച്ചു എന്ന് വരാം. പക്ഷേ ഉപനിഷത്തുകളൊക്കെ പഠിച്ച അല്ലെങ്കിൽ ബ്രഹ്മവിദ്യയെ അഭ്യസിച്ച ഒരാൾക്ക് അഭ്യാസാനന്തരവും ഒരു പക്ഷേ വികല്പങ്ങൾ ഉണ്ടാകാം. അത് നിമിത്തമായിട്ട് ശങ്കകൾ, സംശയങ്ങൾ ഉണ്ടായി എന്ന് വരാം. അപ്പൊ ആ സംശയങ്ങൾ എത്തരത്തിലുള്ളതായിരിക്കാം? പിന്നെയും അവർക്ക് അപ്പൊ ഈ പ്രപഞ്ചം സത്യല്ലേ എന്ന് ചിലപ്പോൾ വേറെ വല്ലവരുമായിട്ട് സംവദിക്കുന്ന സമയത്ത് മറ്റ് പദ്ധതികളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാര് പറയുന്നതനുസരിച്ച് ചിലപ്പോൾ സംശയം തോന്നിയെന്ന് വരാം. അപ്പൊ അങ്ങനെ സംശയങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ദൂരീകരിക്കപ്പെടണം. അതുപോലെ തന്നെ ഒരു ഉപനിഷത്തിൽ പറയുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ മറ്റൊരു ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക. അവിദ്യയും മായയും ഒക്കെ ഒന്ന് തന്നെയാണ് എന്ന് ഒരു ഉപനിഷത്തിൽ പറഞ്ഞു വെച്ചാൽ മറ്റൊരു ഉപനിഷത്തിൽ വേറൊരു ഇടത്ത് പറയുന്നു രണ്ടും രണ്ടാണെന്ന്. ഇതെങ്ങനെ ശരിയാവും? ഇവിടെയാണ് ഈ ഔപനിഷദ് ആശയങ്ങളെ സമന്വയിപ്പിക്കേണ്ടതായ ഒരു കാര്യം വേണ്ടി വരുന്നത്. അപ്പോ ഔപനിഷദ് ആശയങ്ങളെ സമന്വയിപ്പിച്ച് സംശയങ്ങൾ തീർത്ത് വികല്പങ്ങൾക്ക് അതീതനായിട്ട് തീരണം പഠിതാവ്. അതിനു വേണ്ടിയിട്ടാണ് ഈ 4 സൂത്രങ്ങൾക്ക് ശേഷമുള്ള സൂത്രങ്ങളൊക്കെ ബ്രഹ്മസൂത്രത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഭാഗവതത്തിൽ ആദ്യം ജന്മാദ്യസ്യയത എന്നുള്ള സൂത്രം കൊണ്ട് ഭാഗവതം ആരംഭിച്ചത് കൊണ്ട് ഈ ഗ്രന്ഥത്തിന്
ബ്രഹ്മസൂത്രവുമായിട്ട് തദ്വാര ബ്രഹ്മവുമായിട്ടാണ് സംബന്ധം എന്ന് ഉറപ്പിച്ചു. അതാണ് ജന്മാദ്യസ്യ യഥ എന്നുള്ള ആ ഒരു തുടക്കം കൊണ്ട് ഭാഗവതം ഉദ്ദേശിക്കുന്നത്. പിന്നെ തേനേ ബ്രഹ്മ ഹൃദയ ആദികവയെ മുഹ്യന്തിയത് സൂരയ എന്നുള്ള വാക്കുകൾ അവിടെ കാണാം. തേനേ ബ്രഹ്മഹൃദയ ആദികവയെ, ബ്രഹ്മാവിന് ഹൃദയത്തിലൂടെ ഉപദേശിച്ചു സൂര്യകൾ പോലും മോഹിക്കുന്നതായ ഈ ബ്രഹ്മതത്വത്തെ എന്ന് പറയുന്നു. അപ്പോ സൂര്യകളാൽ പോലും മോഹിക്കപ്പെടുന്നതായ ഈ ബ്രഹ്മതത്വത്തെ ഹൃദാതേനെന്നാണ്, അനുഭവം കൊണ്ട് അറിയേണ്ടതാണ്. ഇതൊരാള് കേവലം ഒരു രചനയായിട്ടുണ്ടാക്കിയതല്ല, പകരം ശാസ്ത്രങ്ങൾ ശാസിക്കുന്നതായ ആ പൂർവസൂരികളുടെ അനുഭൂതി രസങ്ങൾ അവര് എഴുതി വച്ചതായ അനാദിയായ ബ്രഹ്മവിദ്യ അതാണത്. അപ്പൊ അവരുടെയും കേവലം വാക്കുകളല്ല. ഇപ്പോ ഈ അനാദിയായ ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോ അതെങ്ങനെയാ എന്ന് ചോദിച്ചാൽ, എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഋഗ്വേദം ആരംഭിക്കുന്നു. ഋഗ്വേദം ആരംഭിക്കുന്ന സമയത്ത് അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരൻ രത്നധാതമം അഗ്നി പൂർവേഭിരി ഋഷിഭിരീഡ്യ നൂതനൈരുത എന്നവിടെ കാണാം. ഋഗ്വേദമാണ് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും പൂർവമായ സാംസ്കാരിക ഗ്രന്ഥം, ഭാരത സംസ്കൃതിയുടെ ഏറ്റവും പൂർവമായിരിക്കുന്ന ഗ്രന്ഥം. അപ്പോ അതിന്റെ മുമ്പേ ഉള്ളത് തന്നെയാണ് ബ്രഹ്മവിദ്യ. അതാണ് പൂർവേഭി ഋഷിഭി ഈഡ്യ, പൂർവകാലത്തുണ്ടായിരുന്ന. അപ്പോ ഋഗ്വേദത്തിൽ തന്നെ അതിനും പൂർവകാലത്തുണ്ടായിരുന്നവരുടെ വിദ്യയെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ അന്നുണ്ടായിരുന്നതായ ആ വേദത്തെ, ഇല്ലെങ്കിൽ അഗ്നിയെ, അഗ്നി എന്ന് വെച്ചാൽ അവിടെ ബ്രഹ്മം എന്നർത്ഥം, ആ ബ്രഹ്മത്തെ നമുക്ക് ഉപാസിക്കാം എന്ന് പറയുമ്പോ നൂതനന്മാരും ഉപാസിക്കുന്നതായ അഗ്നിയെ ഉപാസിക്കാം എന്ന് പറയുമ്പോ ഈ വിദ്യ എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ഹൃദാതേന്. ബ്രഹ്മാവിന് തന്നെ ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിപ്പിക്കുകയുണ്ടായത്. അത് ഉപദേശിക്കപ്പെട്ടതല്ല, അനുഭവമായിട്ടുണ്ടാവുക ഉണ്ടായത്. അപ്പൊ അപ്രകാരത്തിലുള്ളതാണ് ബ്രഹ്മവിദ്യ. തേനേ ബ്രഹ്മ ഹൃദ. അപ്പൊ അപ്രകാരത്തിൽ വേദങ്ങളെ മനസ്സിലാക്കി തരുന്നതായ ശാസ്ത്രങ്ങൾ, ആ ശാസ്ത്രങ്ങളെ അഥവാ വേദത്തെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ശാസ്ത്ര യോനിത്വാത്, ശാസ്ത്രങ്ങളിൽ പറഞ്ഞതേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇത് കേവലം ഒരാളുടെ കപോലകൽപിതമായിരിക്കുന്ന രചനയല്ല എന്നർത്ഥം. ഒരാളുടെ ആലോചിച്ചിരുന്ന അങ്ങനെ ആവാം എന്ന് അങ്ങനെയല്ല. ശാസ്ത്രങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതിനെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശ്യം. ഇപ്പോ ശാസ്ത്ര യോനിത്വാത് എന്ന് വന്നു. അന്വയാദിതരതശ്ച തത്വ സമന്വയാതെന്ന അടുത്ത അധികരണം. അന്വയാദിതരതശ്ച എന്നതുകൊണ്ട് സമന്വയാത് എന്നതിനെ കൂടി ഇവിടെ ഓർമ്മിപ്പിച്ചു. തത്വസമന്വയാത് എന്നതിനെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോ ഭാഗവതം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇതുപോലെ തന്നെ ബ്രഹ്മസൂത്രത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, അതാണ് പലരും പറയാറുണ്ട്, ബ്രഹ്മസൂത്രത്തിന്റെ തന്നെ ഒരു വ്യാഖ്യാനാണ് ഭാഗവതം എന്ന് പറയാറുണ്ട്. ഈ അടുത്ത കാലത്ത് ബ്രഹ്മസൂത്രത്തിലെ എല്ലാ സൂത്രങ്ങളെയും ഭാഗവതത്തെ ആശ്രയിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഒരു അമ്മ. അദ്വൈത വേദാന്തി ആയിട്ടുള്ള ഒരമ്മ ഈയിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥം
ഉടനെ പുറത്തു വരും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അപ്രകാരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ രചിക്കാൻ പാകത്തിൽ ബ്രഹ്മസൂത്രത്തെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് ഭാഗവതം നിലനിൽക്കുന്നത് എന്ന് ഉറപ്പിക്കുകയാണ് അവിടെ. ശ്രീധരാചാര്യരുടെ അഭിപ്രായമാണ് ഇതൊക്കെ. അപ്പൊ ഇത്തരത്തിൽ ഉണ്ടാകുന്ന വികല്പങ്ങളെയൊക്കെ തീർക്കാനുള്ള ശക്തിയുണ്ട്, സമന്വയിപ്പിച്ച് ബോധിപ്പിക്കാനുള്ള ശക്തിയുണ്ട് എന്നൊക്കെ ഈ ആദ്യത്തെ ശ്ലോകം കൊണ്ട് സൂചിപ്പിക്കുന്നു എന്നർത്ഥം. ഇതാണ് അതിന്റെ അർത്ഥം എന്നല്ല പറയണത്, അർത്ഥം വേറെ. ഇതൊക്കെ സൂചിപ്പിക്കുന്നു. ജന്മാദ്യസ്യ യഥാ എന്നതുകൊണ്ട് ബ്രഹ്മസൂത്രത്തെ സൂചിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. ശാസ്ത്രയോനിത്വാത് എന്ന് ഹൃദാതേനെ എന്നതുകൊണ്ട് ബോധിപ്പിക്കുന്നു. പിന്നെ തത്വ സമന്വയാത് എന്നതിനെ അന്വയാതിതരതശ്ച എന്നത് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഇപ്രകാരത്തിലൊക്കെയാണ് ഭാഗവതത്തിന്റെ ആദ്യത്തെ ശ്ലോകം തന്നെ ബ്രഹ്മസൂത്രത്തെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് വേദവ്യാസര് രചിച്ചിട്ടുള്ളത്. ആ ബാദരായണ മുനിയുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്കിത് അവിടെ തുടങ്ങാം. അപ്പൊ സത്യം പരം ധീമഹി എന്ന് ആ ആദ്യത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ ചരണം പറയുന്നു. പരമമായ സത്യത്തെ ബോധിപ്പിക്കുകയാണ്. പരമമായ സത്യം എന്ന് പറഞ്ഞാൽ എന്താ? ത്രികാലാബാധ്യമാണ് സത്യം. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് 3 കാലങ്ങളിലും മാറ്റമില്ലാതിരിക്കുന്നതിനെ സത്യം എന്ന് പറയാം. 3 കാലങ്ങളിലും മാറ്റമില്ലാതിരിക്കുന്നത് വെച്ചാൽ മുമ്പേ അതെന്തായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും, ഇനിയും അത് തന്നെ ആയിരിക്കും. ഇങ്ങനെയുള്ളതിനെയാണ് ത്രികാലാബാധ്യം എന്ന് പറയുക. അതാണ് സത്യം. ഒരു കാലത്തും മാറ്റമില്ലാതെ എന്നും ഒന്നായിട്ട് കാണുകയും കേൾക്കുകയും കാണപ്പെടുകയും കേൾക്കപ്പെടുകയും ഒക്കെ ചെയ്യാൻ പാകത്തില് എല്ലാറ്റിനെയും അതിക്രമിച്ചിരിക്കുന്നതായ പരബ്രഹ്മം, ഇതിനെയാണ് സത്യം എന്ന് വിളിക്കുന്നത്. ത്രികാലാബാധ്യത്തെയാണ് സത്യം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് അതിൻ്റെ ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണമായിട്ട് പറയാം. ഇനി മറ്റൊരു തരത്തിൽ അതിനെ ഒന്നുകൂടി വിശദീകരിച്ചു തരണം. ഭൂതകാലത്തിലില്ല, ഇനി നാളെ ഉണ്ടാവുമോ നിശ്ചയില്ല. ഇപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പത് സത്യമാണെന്ന് തോന്നണമുണ്ട്. അങ്ങനെ ഇപ്പോൾ ഉണ്ട് എന്ന് തോന്നുന്നതും മുമ്പേ ഉണ്ടായിരുന്നുവോ എന്നറിയാത്തതും ഇനി ഉണ്ടാവുമോ എന്ന് അറിയാത്തതുമായ ഈ ചരാചരാത്മകമായിരിക്കുന്ന ലോകത്തെ സത്യം എന്ന് വിളിക്കാൻ സാധ്യമല്ല. പിന്നെ അതെന്താണ്? എന്നാ അസത്യമാണോ ലോകം? അതുമല്ല, ഇത് ചിന്മയമാണ് എന്നാണ് അതിന് മറുപടി. പരബ്രഹ്മത്തിന്റെ തന്നെ സ്ഥൂലമായിരിക്കുന്ന പ്രാകട്യമാണ് ഈ പ്രപഞ്ചം എന്നാണ് അതിന് മറുപടി. എന്ന് വെച്ചാലോ, പണ്ട് രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് അദ്ദേഹത്തിന്റെ ഗോസ്പൽസ് ഓഫ് ശ്രീരാമകൃഷ്ണ എന്നുള്ള പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള മാസ്റ്റർ എന്നുള്ള മഹാത്മാവ്, അദ്ദേഹം ചെന്ന സമയത്ത് പരമഹംസര് ചോദിച്ചു, സഗുണത്തിലോ നിർഗുണത്തിലോ താല്പര്യം ചോദിച്ചു. നിർഗുണത്തില്. അതെന്തേ സഗുണത്തിൽ താല്പര്യം ഇല്ലാത്തത്? ഈ കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തെ എങ്ങനെയാണ് സത്യവസ്തുവായിട്ട് വിചാരിക്കുക എന്ന് മറുപടി. അപ്പോ അങ്ങനെ വിചാരിക്കാനില്ല. ഇവിടെ എല്ലാം ചിന്മയമാണ്. ഇവിടെ ഒന്നും അസത്യമായിട്ടില്ല.
എല്ലാം ബ്രഹ്മത്തിന്റെ തന്നെ സ്ഥൂലമായിട്ടുള്ള പ്രാകട്യമാണ് എന്നാണ് അവിടെ ബോധിപ്പിക്കുന്നത് പരമഹംസര്. എന്ന് വെച്ചാൽ അത് ഏതുപോലെയാണ്? അനിർവചനീയം എന്നാണ് അതിന് മറുപടി. ഇതെങ്ങനെ ഈ ഒരേ ബ്രഹ്മം ഇത്രയും വലിയ വിശ്വമായിട്ട് ഭാസിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനെന്താ മറുപടി? അനിർവചനീയം, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവതല്ല, മനോവാചാം അഗോചരം എന്നാണ് അതിന് മറുപടി. അപ്പോ വാസ്തവല്ലാച്ചാലും വർത്തമാനകാലത്തിൽ വാസ്തവാണ് എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നതായ ഈ ലോകത്തെ ഇന്നതാണ് എന്ന് പ്രത്യേകിച്ചൊരു ലക്ഷണം പറഞ്ഞുറപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇത് പഞ്ചഭൂതങ്ങൾക്ക് വ്യവഹരിക്കാൻ യോഗ്യമായിരിക്കുന്നതാണ്. ഈ ലോകം മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും അതുപോലെ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിങ്ങനെയുള്ള 5 മഹാഭൂതങ്ങൾക്കും ശബ്ദസ്പരിശ രൂപരസഗന്ധങ്ങളാകുന്ന 5 തന്മാത്രകൾക്കും അതുപോലെ എന്താണ് 5 കർമ്മേന്ദ്രിയങ്ങൾ, വാക്ക്, പാദം, പായു, പാണി, ഉപസ്ഥം എന്നിങ്ങനെയുള്ള 5 കർമ്മേന്ദ്രിയങ്ങൾക്കും ഉണ്ടായിട്ടുള്ള ചേർച്ച കൊണ്ട് വാസ്തവമാണ് എന്ന് തോന്നുന്നതാണ് യഥാർത്ഥത്തിൽ വാസ്തവമല്ല. അപ്പോ വാസ്തവല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാ വാസ്തവല്ല എന്ന് പറയാൻ കാരണം? ജഡമായിരിക്കുന്ന ഒരു സാധനം പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഇതുവരെ അതെന്തുകൊണ്ടാണ് പ്രവർത്തിച്ചത്? ചൈതന്യ സംബന്ധം കൊണ്ടാണ് പ്രവർത്തിച്ചത്. അപ്പൊ ചൈതന്യ സംബന്ധം കൊണ്ടാണ് ഈ പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളും ആയിരിക്കുന്ന ഈ സമൂഹം പ്രവർത്തിക്കുന്നത് ചിന്മയി ആയിരിക്കുന്നതായത് കൊണ്ടാണ്. ചിന്മയം എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ആ സത്യവസ്തുവുമായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവയുടെ ചേർച്ചയ്ക്ക് കാരണം ആ എന്താണ് ചൈതന്യവുമായിട്ടുള്ള ചേർച്ചയാണ്, ചൈതന്യ സംബന്ധമാണ്. അതായത് ബ്രഹ്മത്തെ ആശ്രയിച്ചു കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്, അതിനെ ആശ്രയിച്ചു കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്, അതിനെ ആശ്രയിച്ചു കൊണ്ടാണ് ഇതെല്ലാം അവസാനം എവിടേക്കാ ലയിക്കുന്നത് ചോദിച്ചാൽ ആ സ്ഥാനത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മം ഒരു പാത്രം പോലത്തെ ഒരു വസ്തുവല്ല. എവിടെ നിന്നതൊക്കെ ഉണ്ടായോ, എവിടെ നിലനിൽക്കുന്നുവോ, എവിടെ ലയിക്കുന്നുവോ ആ സ്ഥാനത്തെ ബ്രഹ്മമെന്ന് വിളിക്കുന്നു. കാരണം അതൊരു വസ്തുവാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് തൈത്തിരീയ ഉപനിഷത്തിലൊക്കെ പറയുക. യതോവാ ഇമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തദ്വിജിജ്ഞാസസ്വ. തദ്വിജിജ്ഞാസസ്വ, അതിനെ അറിയ. അതെന്താന്ന് ചോദിച്ചാൽ എന്തപ്പോ ഈ ബ്രഹ്മം എന്ന് ചോദിച്ചാൽ അത് കേവലം അനുഭവമാണ്. ആ കേവലം അനുഭവിക്കാൻ സാധിക്കുന്നതായ ബ്രഹ്മത്തെ അറിയുമ്പോൾ നിങ്ങൾ എന്തറിഞ്ഞോ ആ അറിവിനെ, ആ അനുഭൂതിയെ വിളിക്കുന്നതാണ് ബ്രഹ്മം എന്ന പേര്. അപ്പൊ അതൊരു എന്താണ്, ഒരു ബിംബമാണ്, അല്ലെങ്കിൽ ആകാശത്ത് എവിടെയോ നിൽക്കുന്ന മുകളിൽ എവിടെയാ ഈശ്വരൻ ചോദിച്ചാൽ എല്ലാരും മേപ്പെട്ട് കാണിക്കും. അങ്ങനെ മേപ്പെട്ട് വിടാൻ പറ്റിയ ഒരാളല്ല ഭഗവാൻ. ആ ഭഗവാൻ എന്ന് വിളിക്കപ്പെടുന്നത് ബ്രഹ്മം എന്നും പരമാത്മാ എന്നും ഭഗവാൻ എന്നൊക്കെ വിളിക്കപ്പെടുന്നത് എന്താണോ അത് അനുഭൂതിയാകുന്നു. ആ അനുഭൂതിയാകട്ടെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അതിനെ തത് വിജിജ്ഞാസസ്വ, അതിനെ അന്വേഷിച്ച് അനുഭവിച്ചറിയുന്നേ വഴിയുള്ളൂ.
അപ്പൊ അതിനെ അന്വേഷിച്ച് അറിയാൻ മാത്രം സാധിക്കുന്നു എന്നതിനാൽ ഇപ്പൊ തൽക്കാലം നമുക്ക് എന്ത് വിചാരിക്കാം? ഈ വിശ്വം മുഴുവനും ചിന്മയമാണ്. നാം അടങ്ങുന്നതായ സർവ്വതും ആ ഭഗവാന്റെ സ്വരൂപം തന്നെ, സ്ഥൂലമായ സ്വരൂപം തന്നെ. ശ്രുതിഗീതയിലൊക്കെ പറയൂലോ, തുടക്കത്തില് ഭാഗവതത്തില് ശ്രുതിഗീതയിലൊക്കെ പറയും. ഞാൻ ഈ പറയൂലോ എന്ന് പറയുമ്പോ ഞങ്ങൾക്കറിയില്ല എന്ന് വിചാരിക്കരുത്. ഈ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശ്രോതാക്കളിൽ പലരും ഭാഗവതത്തിന് വ്യാഖ്യാനം പോലും രചിച്ചവരാണ്. അവരവരുടെ ലാളിത്യം കൊണ്ട് ഒക്കെ കേട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. കേൾക്കുന്നവർക്ക് പറയുന്നവരെക്കാളും ഏറെ വിജ്ഞാനം ഉണ്ട് എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും ഇല്ല. ഒരുപക്ഷെ ഞാനൊക്കെ പറയുന്നതിൽ വല്ലതും തിരുത്തി തരാൻ തന്നെ സാധിക്കുന്ന പുണ്യാത്മാക്കളാണ് അവരൊക്കെ. എനിക്കും ഇതൊരു സംശോധനയുടെ പദ്ധതിയാണ് എന്നർത്ഥം. എന്തായാലും ക്വചിത് അജയാ ക്വചിത് ആത്മന, ഇടയ്ക്ക് മായയോട് കൂടിയിട്ട് ഈ വിശ്വമായിട്ട് ഭഗവാൻ ചേർന്നങ്ങനെ പ്രകാശിക്കുന്നു. ഇടയ്ക്ക് സ്വച്ഛന്തം, സ്വതന്ത്രനായി വർത്തിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ ബ്രഹ്മം, അതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. അതിനെ ധ്യാനിക്കാം. സത്യം പരം ധീമഹി. ആ സത്യത്തെ, പരമമായ സത്യത്തെ നമുക്ക് ധ്യാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം ആശ്രയിക്കുന്നത്. അപ്പോ ഇവിടെ അതിനെ ഒന്നുകൂടി വ്യക്തമാക്കി തരുന്നു. എന്തിനെ ആശ്രയിച്ചുകൊണ്ട് ഈ വിശ്വം മുഴുവനും നിലനിൽക്കുന്നുവോ, എവിടെ നിന്നതൊക്കെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവുന്നുവോ, ആ ആധാരത്തെ ബ്രഹ്മം എന്ന് വിളിക്കാം എന്നിങ്ങനെ തടസ്ഥ ലക്ഷണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പുക കണ്ടാൽ തീർച്ചയാക്കാം അവിടെ തീയുണ്ട് എന്നുള്ളത്. തീയിന്റെ, അഗ്നിയുടെ സാന്നിധ്യമാണ് പുകയുണ്ടെന്ന് നമുക്ക് തോന്നാൻ കാരണം. നേരെ മറിച്ച് തീയുള്ളടത്ത് പുക ഉണ്ടാക്കൊള്ളുന്നില്ല. അതായത് കാര്യമായിരിക്കുന്ന ഈ വിശ്വം നിലനിൽക്കുന്നത് കാരണമായിരിക്കുന്ന ചൈതന്യത്തിന് സംബന്ധം കൊണ്ട്. അപ്പോ കാര്യമായിരിക്കുന്ന പ്രപഞ്ചത്തെ കണ്ടാൽ തീർച്ചയാക്കാൻ എന്ത്, അതിന് ആധാരമായിട്ടൊരു കാരണം ഉണ്ട് എന്നുള്ളത്. എപ്രകാരത്തിൽ? ധൂമം കാണുന്ന സമയത്ത് വഹ്നി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പോലെ. ഇനി ചിന്തിച്ചാൽ, തിരിച്ചു ചിന്തിച്ചാലോ? അന്വയം കൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കാം. ഇനി തിരിച്ചു ചിന്തിച്ചാലോ? വ്യതിരേകം കൊണ്ട് എങ്ങനെ മനസ്സിലാക്കാം? ചൈതന്യമുള്ളത് കൊണ്ട് പ്രപഞ്ചമുണ്ട്, പ്രപഞ്ചമുള്ളത് കൊണ്ട് ചൈതന്യമുണ്ട്, അങ്ങനെ പറയാൻ വയ്ക്കുവോ? അതില്ല. പ്രപഞ്ചം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചൈതന്യം ഉണ്ട്. ആ ചൈതന്യത്തിന് എന്താണ്, പ്രഭവിക്കണം എന്ന് തോന്നിയാൽ അത് ഈ നേരത്തെ പറഞ്ഞ പഞ്ചഭൂതാദികളുടെ സഞ്ചയത്തില് ചേർന്നിരുന്ന് അതിനെ ചിന്മയിയാക്കി പ്രകാശിപ്പിക്കും. ശരീരം ഉണ്ടെങ്കിലും പ്രപഞ്ചം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് വിരോധമൊന്നുമില്ല. ബ്രഹ്മത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ശരീരാദികളായിട്ടുള്ള സർവ്വതുമാകുന്ന വിശ്വം നിലനിൽക്കുന്നത്. എന്നാൽ വിശ്വം ചേതയതെന്ന യം, വിശ്വം ഒരിക്കലും ഈ ചൈതന്യത്തെ എന്തെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നില്ല. എന്ന് വെച്ചാലോ, നമ്മൾ ഊണ് കഴിക്കുന്നതോ, നമ്മൾ ഉറങ്ങുന്നതോ, നമ്മൾ വിസർജിക്കുന്നതോ, നമ്മൾ കേൾക്കുന്നതോ കാണുന്നതോ ഒക്കെ ചൈതന്യത്തെ ആശ്രയിച്ചിട്ടാണ്. എന്നാൽ കേൾക്കാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് സ്വബോധത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കുറവ് വരുന്നുണ്ടോ? അത് നിഷ്കളമായിട്ട് യാതൊരു മാറ്റവുമില്ലാതെ സർവഥാ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആ അനുഭൂതി. അപ്പോ ആ അനുഭൂതിക്ക് ഇത്തരത്തിലുള്ള യാതൊരു ഇന്ദ്രിയങ്ങളുടെയും സമ്പാദ്യത്തിന്റെ പങ്ക് പറ്റേണ്ട ആവശ്യം ഇല്ല എന്നർത്ഥം. അപ്പൊ കാര്യം കണ്ടു കഴിഞ്ഞാൽ കാരണം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. കാര്യമായിരിക്കുന്ന വിശ്വത്തിന്റെ കാരണമാണ് പ്രപഞ്ചം, കാരണമാണ് ബ്രഹ്മം.
അതിനെയാണ് ബോധിക്കേണ്ടത്. അത് എപ്രകാരത്തിൽ? അതാണ് അവിടെ പിന്നെ പറയുന്നത്. എപ്രകാരത്തിൽ എന്ന് ചോദിച്ചാൽ, സ്വർണം, ആ സ്വർണത്തെ അടിച്ചു പരത്തി ഇടിച്ച് വളച്ച് അതിനൊക്കെ പല രൂപങ്ങൾ ഉണ്ടാക്കണു. മാല ഉണ്ടാക്കണു, വള ഉണ്ടാക്കണു, അല്ലെ? അപ്പോ അവിടെ ഈ ആഭരണങ്ങളുടെ മാല, വള തുടങ്ങിയതായ കങ്കണ കുണ്ടലാദികളാകുന്ന ആഭരണങ്ങളുടെ ഉപാദാന കാരണം ആണ് സ്വർണം. ഹേമകാരൻ, സ്വർണം ഉണ്ടാക്കുന്ന, ആഭരണമൊക്കെ ഉണ്ടാക്കുന്ന ആള്, അയാള് നിമിത്തമായിട്ട് ഈ സ്വർണം ആഭരണ രൂപേണ പ്രകാശിക്കുന്നു. കുലാലൻ നിമിത്തമായിട്ട് മണ്ണ് ഘടാദി ആകാരങ്ങളോട് കൂടിയിട്ട് പ്രകാശിക്കുന്നു. മണ്ണാകുന്ന ഉപാദാന കാരണത്തോടു കൂടിയതാണ് കാര്യമായ ഘടാദികളാകുന്ന കുടം തുടങ്ങിയ ചട്ടി തുടങ്ങിയതായ സാധനങ്ങളൊക്കെ. അപ്പൊ ഇവിടെ ആ കുലാലനും അതുപോലെ വസ്ത്രം നെയ്യുന്ന ഒരാള്, നൂലുകളാണ് ഉപാദാന കാരണം. ആ നൂലുകൾ ചേർത്ത് 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 വെച്ചപ്പോൾ അത് വസ്ത്രമായി. അപ്പൊ ഇപ്രകാരത്തിൽ ഒരു വസ്ത്രത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വസ്ത്രത്തിന്റെ ആധാരം എന്താന്ന് നോക്കിയാൽ നൂലാണ്. കുറെ നൂലുകൾ ചേർന്നപ്പോ വസ്ത്രമായി. ചട്ടിയും കലവും ഒക്കെ എടുത്ത് നോക്കി, ഇതിന്റെ ആധാരം എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ മണ്ണാണ്. സ്വർണം ആധാരമായിട്ടാണ് ആഭരണങ്ങള്, വളമാല ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതിനൊക്കെ ഓരോ നിമിത്ത കാരണങ്ങളും ഉണ്ട്. ഇനി ഇവക്ക് എങ്ങനെയാണ് ഇപ്പൊ ആഭരണം ഉണ്ടാവണു എന്ന് പറഞ്ഞാൽ, ആഭരണം ഉണ്ടായത് എവിടുന്ന? സ്വർണത്തിൽ നിന്ന്. ഇപ്പൊ അത് ആഭരണമായപ്പോ അതിന്റെ ആധാരം എന്താ? അത് സ്വർണമായിട്ട് തന്നെയാണ് എപ്പോഴും നിലനിൽക്കുന്നത്. സ്വർണം തന്നെ ആഭരണ രൂപേണ നിലനിൽക്കുന്നു. ഇനി ആ ആഭരണം ഒരുക്കി കഴിഞ്ഞാൽ അതിന്റെ ആകൃതി മാറി എങ്കിലും അത് സ്വർണമായിട്ട് തന്നെ അവശേഷിക്കുന്നു. അപ്പോ മണ്ണ് ഇതുപോലെ തന്നെയാണ്. മണ്ണിൽ നിന്നാണ് കുടമുണ്ടായത്. കുടമായിട്ട് നിലനിൽക്കുമ്പോൾ മണ്ണ് തന്നെയാണത്. ഇനി അത് പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അത് മറ്റെന്തെങ്കിലും ആയി തീരുണ്ടോ? ഇല്ല, അത് മണ്ണ് തന്നെയാണ്. അപ്പോഴും ആകൃതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ പഞ്ചഭൂതങ്ങളുടെ ആകൃതി ഇങ്ങനെ മാറി മാറിക്കൊണ്ടേ ഇരിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ചില മൂഢാത്മാക്കൾക്ക് ഇപ്രകാരത്തിലാണ് വിശ്വവും എന്ന് പറഞ്ഞാൽ ബോധ്യമാവണില്ല. എന്ന് വെച്ചാൽ, നൂലുകൾ ചേർന്നിരുന്ന് വസ്ത്രമാകുന്നത് പോലെ തന്നെ ഒരേ ബ്രഹ്മം ഈ വിശ്വമായിട്ട് പ്രകാശിക്കുകയാണ്. നൂല് വസ്ത്രമായിട്ട് പ്രകാശിക്കുന്നത് പോലെ ബ്രഹ്മം വിശ്വമായിട്ട് പ്രകാശിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവണില്ല. അതെന്താ അതിന് കാരണം? മായാമരീചികയാണ് അതിന് കാരണം. വെയിലുകൊണ്ട് ചുട്ടുപഴുത്തതായിട്ടുള്ള മരുപ്രദേശത്ത് ദൂരത്തുനിന്ന് നോക്കുമ്പോ ജലം ഉണ്ട് എന്ന് തോന്നും. അവിടെ ജലം ഉണ്ടെന്ന് വിചാരിച്ച് ഓടി ചെല്ലുമ്പോഴോ അവിടെ ജലം ഉണ്ടാവില്ല. ഈ മരീചികയെ പോലെ ഈ ലോകം ഇങ്ങനെ പ്രകാശിക്കുന്ന സമയത്ത് ചിലരെങ്കിലും വിഷയസുഖങ്ങളെ ഭുജിപ്പിക്കാൻ ശക്തിമത്തായിരിക്കുന്ന ഈ മായാമരീചികയെ സത്യമാണ് എന്ന് ധരിക്കും. അങ്ങനെ ധരിച്ചു വശായിട്ടുള്ള ആളുകൾക്ക് ഈ വസ്ത്രത്തിനെ നൂലായിട്ടും ആഭരണത്തെ സ്വർണമായിട്ടും കാണാൻ സാധിക്കാതെ വരുന്നത് പോലെ ഉള്ള ഒരു അനുഭവം ഉണ്ടാവുന്നു. അതായത് പ്രപഞ്ചത്തെ ബ്രഹ്മമായിട്ട് കാണാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. നമുക്ക് ഈ ഒരൊറ്റ കാര്യം നമുക്ക് പഠിക്കേണ്ടുള്ളൂ. ഭാഗവതം മുഴുവനും ചിന്തിക്കുമ്പോൾ ഈ ചെറിയൊരു കാര്യം നമുക്ക് പഠിക്കേണ്ടുള്ളൂ. പക്ഷെ അത് ചെറിയ കാര്യമാണെങ്കിലും ബോധിച്ചു വരാൻ നല്ലോണം ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ ഇപ്രകാരത്തിൽ
ഈ വിശ്വത്തെ മുഴുവനും അഖിലം ഞാനിതെന്ന വഴി തോന്നണം. അത് തോന്നിക്കിട്ടിയാൽ അയാള് സത്യദർശിയായി, സത്യദൃക്കായി. ആ സത്യദർശനം, സമദർശനം സാധിച്ചാൽ, സത്യത്തെ അനുഭവിക്കാൻ സാധിച്ചാൽ അയാൾ രക്ഷപ്പെട്ടു. ആ സത്യത്തെ ബോധിപ്പിക്കാനാണ് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ രചിക്കുന്നത് എന്നർത്ഥം. അപ്പോ വസ്ത്രം കിട്ടണ സമയത്ത് ആ വസ്ത്രത്തിന്റെ രൂപമേതോ ആകട്ടെ, അതിന്റെ നാമം ഏതോ ആകട്ടെ, അത് നൂലാണ് എന്ന് തിരിച്ചറിയാം. അതുപോലെ ഈ വിശ്വത്തില് കാണുന്നതായ, അനുഭവിക്കുന്നതായ സാധനങ്ങള്, ഓരോ പദാർത്ഥങ്ങള്, അത് ഏത് രൂപത്തോടു കൂടിയതായിക്കോട്ടെ, ഏത് നാമത്തോടു കൂടിയതായിക്കോട്ടെ, അതിനെ ബ്രഹ്മം എന്ന് ബോധിക്കാറാവുക എന്നർത്ഥം. ആണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ബോധിക്കാൻ സാധിക്കാതെ വരുന്നു പണ്ഡിതന്മാർക്ക് പോലും. അതാണ് മുഹ്യന്തിയത് സൂരയ എന്നൊക്കെ പറഞ്ഞത്. തേജോ വാരി മൃദായി യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാധാംനാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി എന്ന് പറഞ്ഞു. അപ്പൊ ഈ സത്യം തന്നെ മരീചികയിലെ ജലത്തിൽ അതിന്റെ അടുത്തുള്ള സാധനങ്ങളുടെ നിഴല് കാണുമ്പോഴാണല്ലോ ആ ജലം സത്യമാണെന്ന് തോന്നണത്. അപ്പൊ അതുപോലെ ഈ വിശ്വത്തിന്റെ തന്നെ നിമിത്തോപാദാന കാരണങ്ങൾ രണ്ടുമായിരിക്കുന്നത് ബ്രഹ്മമാകുന്ന ഭഗവാൻ തന്നെ. അപ്പൊ ഭഗവാനാണ്, ഈ ബ്രഹ്മം തന്നെയാണ് സർവ്വതിനും ആധാരം. അദ്ദേഹം തന്നെയാണ് ഇതെല്ലാമായിട്ട് പ്രതിഭാസിക്കുന്നത് എന്ന് തിരിച്ചറിയാത്തവരോട് പറയാണ്, ഈ വെള്ളത്തിൽ നിഴല് കാണുന്നത് പോലെയാണ് ഈ വിശ്വം. അല്ലെ, വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം എന്നൊക്കെയാണ് ആചാര്യസ്വാമികളൊക്കെ എഴുതിയിട്ടുള്ളത്. മനോഹരമായിരിക്കുന്ന കൃതിയാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം. അപ്പൊ ദർപ്പണത്തിൽ ദൃശ്യമാനമാകുന്ന ഒരു നഗരിയെപ്പോലെ ഈ പ്രപഞ്ചം ആധാരമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ മുകളിൽ പ്രതിഭാസിക്കുന്നതായ ഒരു ദർപ്പണ ദൃശ്യമാനമാകുന്ന ഛായാചിത്രം പോലെയാണ് അർത്ഥം. അപ്പൊ അത് ബോധിക്കണം. അത് ബോധിക്കാത്രത്തോളം സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളെ അതിവർത്തിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ രൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ജയിക്കുക, എന്നിട്ട് വ്യഷ്ടിയായിട്ടും സമഷ്ടിയായിട്ടും ഇരിക്കുന്നത്, അവനവന്റെ ഉള്ളിൽ അവനവനായിട്ടിരിക്കുന്നത് യാതൊരു ബ്രഹ്മമാണോ. അപ്പൊ ഇങ്ങോട്ട് ഉള്ളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ബോധിക്കാൻ എളുപ്പമുണ്ട്. അതിനാണ് പിന്നീടുള്ള പദ്ധതികളൊക്കെ. ഉള്ളിലേക്ക് ചിന്തിക്കുക എങ്ങനെയാ? എൻ്റെ കണ്ണും മൂക്കും നാക്കും ത്വക്കും ഒക്കെ എങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ധ്രുവന്റെ സ്തുതിയിലൊക്കെ കാണാലോ. ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തി ഏന എന്നൊക്കെ പിപ്പലായന മഹർഷി നിമി രാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഏകാദശ സ്കന്ധത്തിൽ കാണാമല്ലോ. ഇങ്ങനെയൊക്കെ യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംനാ അന്യാശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതായ സകല വിജ്ഞാനത്തെയും എന്റെ കണ്ണുമൂക്ക് തുടങ്ങിയതായ ഇന്ദ്രിയങ്ങളെയും ഒക്കെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത്? കണ്ണ് പ്രവർത്തിക്കുന്നത് നേത്രഗോളമുള്ളത് കൊണ്ടാണ്. അത് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നേത്രഗോളം എടുത്ത് എറുതിക്കൽ കൊണ്ടുവച്ചാൽ അത് പ്രവർത്തിക്കണ്ടേ? പ്രവർത്തിക്കുന്നില്ലല്ലോ. അപ്പൊ ചൈതന്യവുമായിട്ടുള്ള സംബന്ധം കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ചൈതന്യ സംബന്ധമാണ് ഈ ശരീരത്തെ ഇങ്ങനെ ചേർത്ത്, പ്രപഞ്ചവുമായി ചേർത്ത് നിലനിർത്തുന്നത് എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് ഇരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആ തെറ്റായ ബോധത്തെ
സുസ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതായ മരുമരീചികയുടെ ഉദാഹരണം അത് മറക്കാതിരിക്കുക. വെള്ളമാണ് എന്ന് നിഴല് കണ്ടിട്ട് ധരിക്കുന്നത് പോലെ ഈ വിശ്വം സത്യമാണ് എന്ന് ധരിച്ചു പോവുകയാണ്. വിശ്വം സത്യമാകുന്നത് ചൈതന്യ സ്ഫുരണം കൊണ്ടാണ്. ആ ചൈതന്യം തന്നെയാണ് ഈ വിശ്വമായിട്ടിരിക്കുന്നത്. ഈ വിശ്വം തീർത്തും അസത്യമാണ് എന്നല്ല, ചൈതന്യമാണ് ഇതായിട്ടെല്ലാം പ്രകാശിക്കുന്നത് എന്നുള്ള തരത്തിലൊരു ബോധം നമുക്ക് ഉണ്ടാവുകയാണ് ആവശ്യം. ഇവിടെ പലതില്ല, ഒന്ന് തന്നെ ഉള്ളൂ എന്ന് ബോധിക്കാറാവാനുള്ള സാധനകളിലൂടെ ഇതിനെ കൂടുതൽ കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കും. ക്രമേണ 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 ഇക്കാണായ സർവ്വതും ഒന്നു തന്നെയാണ് എന്ന് ബോധിക്കാൻ നമുക്ക് സാധിക്കും. ആനന്ദ ചിന്മയ ഹരേ അല്ലെ, ആനന്ദ ചിന്മയനായിരിക്കുന്ന ഹരി തന്നെയാണ് ഞാനായിട്ടും വിശ്വമായിട്ടും നിലനിൽക്കുന്നത് എന്ന് ബോധിക്കുക. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ അഖിലം ഞാൻ. ഞാൻ ഒന്ന് വേറെ, ഈ വിശ്വം ഒന്ന് വേറെ, അങ്ങനെയല്ല. ഞാനും ജഗത്തും ഈ ജഗത്തിന് ആധാരവും എനിക്ക് ആധാരവുമായിരിക്കുന്ന എന്തൊന്നാണോ അതും ഒന്നാണ്, പലതില്ല എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അതാണ് ആവശ്യം. അപ്പൊ ഇതിനെയാണ് ഇതെങ്ങനെ ഉണ്ടാവും? അതിനാണ് ധീമഹി, സത്യം പരം ധീമഹി. ആ പരമസത്യത്തെ നമുക്ക് ഒന്ന് ചേർന്നിരുന്ന് ധ്യാനിക്കാം എന്നവിടെ പറയുന്നത്. അതിന് ഈ ജന്മമരണാത്മകമായിരിക്കുന്ന അവധിയില്ലാത്തതായ സുഖദുഃഖങ്ങളുടെ മാറി മാറി വരുന്ന ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള മോചനം അത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ വിഷയസുഖങ്ങൾ തന്നെ സുഖിപ്പിക്കാനായിട്ട് സഹായിക്കും എന്ന് വിചാരിച്ച് ആ വിഷയങ്ങളെ സ്വീകരിക്കാനായിട്ട് ഓടിപ്പോവുക, എന്നിട്ട് അവിടുന്ന് വല്ല കല്ലും മുള്ളൊക്കെ കുത്തുക, വിഷയങ്ങൾ അമിതമായിട്ട് ഉപയോഗിച്ചത് നിമിത്തമായിട്ടുള്ള ദുഃഖങ്ങളെയൊക്കെ പേറേണ്ടി വരിക, എന്നിട്ട് എൻ്റെ ജീവിതം മാത്രം എങ്ങനെയോ എന്ന് പറഞ്ഞ് കരയുക. അപ്പൊ വിഷയസുഖങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാൻ പുറപ്പെടാതിരിക്കാൻ, അത് തന്നിൽ നിന്ന് അന്യമായ എന്തെങ്കിലും ഒന്നാണ് എന്ന് വിചാരിക്കാതിരിക്കുക. അവനവന് ആവശ്യമുള്ളതൊക്കെ, ശരീരം നിലനിർത്താനുള്ളതൊക്കെ സമ്പാദിക്കുക എന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് ഇതിനോട് വല്ലാത്തൊരു വിഷയ തൃഷ്ണ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ കൂടുതൽ ആ ഫലാകാംക്ഷ സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളുടെ ഇടയിൽ പിടിച്ചിടും. അപ്പോ അങ്ങനെ ആവാതിരിക്കട്ടെ. ആ രക്ഷപ്പെടലിനുള്ള വഴി എന്താണ്? തീർച്ചയായും വിചാരം. എന്ത് വിചാരം? വലുതും വിചാരിച്ചിരിക്കില്ല. കോഹം കഥമിദം ജാതം, ഞാൻ ആരാണ്, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, ഇതിനൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നിപ്രകാരത്തിൽ വിചാരം ചെയ്യാൻ സാധിക്കണം. അപ്രകാരത്തിലുള്ള വിചാരം കൊണ്ടാണ് തത്വബോധം ഉണ്ടാവുക. അത് ബോധിക്കണ സമയത്ത് അയ്യോ ഇത് ഇത്ര ലളിതമായിരുന്നുവോ എന്ന് ആശ്ചര്യപ്പെട്ടു പോകും എന്നാണ് മഹാത്മാക്കളൊക്കെ എഴുതി വച്ചിട്ടുള്ളത്. എന്തായാലും അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ ഒരു നാമാവലി ചൊല്ലിയിട്ട് തൽക്കാലം വിരമിക്കുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദ ഗോപാല പ്രഭോ ഗിരിധാരി, ഗോവിന്ദ ഗോപാല പ്രഭോ ഗിരിധാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, നന്ദകുമാര നവനീത ചോര, നന്ദകുമാര നവനീത ചോര,
ഹൃദയ വിഹാര ബഡാ ചിത്ത ചോര. ഹൃദയ വിഹാര ബഡാ ചിത്ത ചോര. ഗോവിന്ദ ഗോപാല പ്രഭോ ഗിരിധാരി. ഗോവിന്ദ ഗോപാല പ്രഭോ ഗിരിധാരി. ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി. ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി. നന്ദകുമാര നവനീത ചോര. നന്ദകുമാര നവനീത ചോര. ഹൃദയ വിഹാര ബഡാ ചിത്ത ചോര. ഹൃദയ വിഹാര ബഡാ ചിത്ത ചോര. ഗോവിന്ദ ഗോപാല പ്രഭോ ഗിരിധാരി. ഹൃദയ വിഹാരി. പ്രഭു ഗിരിധാരി ഹൃദയ വിഹാരി. പ്രഭു ഗിരിധാരി ഹൃദയ വിഹാരി. പ്രഭു ഗിരിധാരി ഹൃദയ വിഹാരി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇവിടെ പ്രഭാഷണം തുടരുകയാണ്. ഇനിയൊരു 5 മിനിറ്റ് സമയം ഇപ്പോൾ നിർത്തിയിട്ട് 11:30 അടുത്ത പ്രഭാഷണം ആരംഭിക്കും. ഭീഷ്മസ്തുതി എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് പ്രഭാഷണം കേൾക്കാം. ഇപ്പോൾ 5 മിനിറ്റ് സമയത്തേക്ക് ബ്രേക്ക് എടുക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.